നമ്മളെ ഫോർത്ത് ക്വസ്റ്റ്യൻ. യെസ്, റൊട്ടേഷൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് അല്ലേ. അപ്പൊ നമ്മൾ റോളിംഗ് മോഷൻ പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കേ. എ സോളിഡ് സ്ഫിയർ ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. The ratio of linear kinetic energy of center of mass of the sphere and rotational kinetic energy. അപ്പോൾ ലീനിയർ കൈനറ്റിക് എനർജീൻ്റെയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജീൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കടാ, ലീനിയർ കൈനറ്റിക് എനർജി അല്ലേ ഡിവൈഡഡ് ബൈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഇത് ലീനിയർ അല്ലേ. ഓക്കെ, നിങ്ങൾക്കറിയാം ആ ലീനിയർ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ഇൻറ്റു ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി സ്ക്വയർ അല്ലേ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നിങ്ങൾ പഠിച്ചത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നല്ലേ. ആ ഐ അവിടെ ഹാഫ് കട്ട് ചെയ്ത് പോയില്ലേ നമുക്ക് അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു എം ഇൻറ്റു വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ ആരാ സോളിഡ് സ്ഫിയർ അല്ലേ. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/5 mr സ്ക്വയർ എന്നല്ലേ നമ്മൾ പഠിച്ചത്, ഇൻറ്റു ഒമേഗ സ്ക്വയർ അല്ലേ. ഈ എമ്മും കട്ട് ചെയ്തു പോയില്ലേ. സോ 5/2 VCM സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ അല്ലേ. എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ആർ അല്ലേടാ. അപ്പൊ VCM സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ അല്ലേ വരിക. So that's equal to 5/2 into omega square r square divided by r square omega square അല്ലേ. ഇതാ കട്ട് ചെയ്ത് പോയില്ലേ. ആൻസർ എത്ര കിട്ടി, 5/2 എന്നല്ലേ നമുക്ക് ആ റേഷ്യോ വരുന്നത്. ശരിയാണോ? ഓക്കെ.